ഹായ് കൂട്ടുകാരെ, ഫൗണ്ടേഷണൽ ലേണിംഗ് സ്റ്റഡി അഥവാ FLSന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 3ാം ക്ലാസ്സിലെ കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന FLS 2 മാതൃകാ പരീക്ഷകൾ നടത്തിക്കഴിഞ്ഞു. അതിൽ ആദ്യത്തെ ചോദ്യപേപ്പറിൽ മലയാളവും ഗണിതവുമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ മലയാളത്തിൽ 9 ചോദ്യങ്ങളും ഗണിതത്തിൽ 9 ചോദ്യങ്ങളും, അങ്ങനെ 18 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു കുട്ടികളുടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് മാത്രമാണ്. അതിൻ്റെ സ്കോറും നമ്മൾ എഴുതി വെക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ചോദ്യപേപ്പർ വിശദീകരിക്കാം. അതിൽ 9 പഠന നേട്ടങ്ങൾ മലയാളത്തിലും 9 പഠന നേട്ടങ്ങൾ ഗണിതത്തിലും തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽ മലയാളത്തിലെ പഠന നേട്ടങ്ങളും അതിൻ്റെ ചോദ്യവുമാണ് പരിചയപ്പെടുത്തുന്നത്. മലയാളത്തിൽ ഒന്നാമത്തെ ചോദ്യം സംസാര ഭാഷയും ആശയഗ്രഹണവും എന്ന പഠന നേട്ടം ലക്ഷ്യമാക്കി ഉള്ളതാണ്. അതിൽ ചിത്രങ്ങൾ ഉൾപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണ് നമുക്ക് ചോദ്യമായി തന്നിട്ടുള്ളത്. ഓരോ ചോദ്യങ്ങളുടെയും ഫോട്ടോ ഈ വീഡിയോയുടെ അവസാനം ഇടുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം കുട്ടികളിലെ സ്വരശാസ്ത്രപരമായ അവബോധത്തെ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പഠനനേട്ടം സ്വരശാസ്ത്രപരമായ അവബോധം. അത് വാക്കുകളിലെ വ്യത്യസ്ത ശബ്ദങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഉള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം കടുവ, അതിലെ ആദ്യ ശബ്ദം ക, അവസാനത്തെ ശബ്ദം വ. ഇത് രണ്ടും കുട്ടികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ചോദ്യം തന്നിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യമായി അക്ഷരങ്ങൾ വലുതായി അച്ചടിച്ച വർക്ക്ഷീറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ പഠനനേട്ടം ഡീകോഡിംഗ്, ലിപിയും അതിന്റെ ശബ്ദവും തമ്മിലുള്ള പരസ്പര ബന്ധം തിരിച്ചറിയലാണ്. അതിൽ അക്ഷരവായനയും ഉൾപ്പെടും. ചോദ്യം 4 അതുപോലെ തന്നെയാണ്. ഡീകോഡിംഗ് 3ാം ക്ലാസ് നിലവാരത്തിലുള്ള വാക്കുകളാണ് അവിടെ കൃത്യമായി വായിക്കേണ്ടത്. വലുതായി അച്ചടിച്ച വാക്കുകളാണ്, വർക്ക്ഷീറ്റാണ് അവിടെ ചോദ്യമായി തന്നിട്ടുള്ളത്. മലയാളത്തിലെ 5ാമത്തെ ചോദ്യം ഡീകോഡിംഗ് തന്നെയാണ്. അർത്ഥമില്ലാത്ത വാക്കുകളെയാണ് ഇവിടെ കൃത്യമായി ഡീകോഡ് ചെയ്യുന്നത്. ഒരു പേജിൽ വലിയ അക്ഷരത്തിൽ അച്ചടിച്ചിട്ടുള്ള അർത്ഥമില്ലാത്ത കുറെ വാക്കുകളാണ് തന്നിട്ടുള്ളത്. 6ാമത്തെ ചോദ്യത്തിന്റെ പഠന നേട്ടം വായിച്ച ആശയം ഗ്രഹിക്കലാണ്. അപ്പോൾ വാക്യം, ചിത്രം ഉൾപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണ് അവിടെ തന്നിട്ടുള്ളത്. ഇനി ചോദ്യം 7. 7ാമത്തെ ചോദ്യം കുട്ടികളിലെ വായനാക്ഷമത പരിശോധിക്കലാണ്. ഇവിടെ വർക്ക്ഷീറ്റാണ് തന്നിട്ടുള്ളത്. വലിപ്പമുള്ള അക്ഷരത്തിൽ ഒരു പേപ്പറിൽ അച്ചടിച്ച ഒരു കഥയാണ് ചോദ്യമായി തന്നിട്ടുള്ളത്. അതിൽ കൃത്യത, ശരിയായ ഉച്ചാരണം, സ്വാഭാവിക വേഗത അല്ലെങ്കിൽ ഒഴുക്ക്, ഭാവം എന്നിവ പാലിച്ച് വായിക്കുകയും ആശയം ഗ്രഹിക്കുകയും ചെയ്യണം. അതിൽ തന്നെ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് കുട്ടി വായിച്ചത് ആശയഗ്രഹണം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കഥ വായിച്ചോ, ആ ചോദ്യങ്ങൾക്ക് ആ കുട്ടിക്ക് ഉത്തരം പറയാൻ കഴിയുന്നോ എന്ന് പരിശോധിക്കുകയാണ്. ഇവിടെ കുറെ ചോദ്യങ്ങളാണ് കഥയെ ആധാരമാക്കി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉത്തരമാണ് അവർ തെറ്റുകൂടാതെ പറയേണ്ടത്. അപ്പോഴാണ് ആ കുട്ടിക്ക് ആ ആശയം ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ചോദ്യം 9 ലേഖനമാണ് കൊടുത്തിട്ടുള്ളത്. ക്രിയാപദങ്ങളും നാമങ്ങളും ചിഹ്നനങ്ങളും ലേഖനത്തിൽ കൃത്യമായി കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് 9ാമത്തെ ചോദ്യം. അതായത് ആ ഒരു ചിത്രം നോക്കിയിട്ട് 3 വാക്യങ്ങൾ എഴുതാനാണ് കുട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്രയുമാണ് മലയാളത്തിലെ ചോദ്യങ്ങളും പഠന നേട്ടവും. ഇനി ഗണിതത്തിലെ ചോദ്യങ്ങളും പഠന നേട്ടവും നോക്കാം. ചോദ്യം 1 സംഖ്യകളാണ്. 9999 വരെയുള്ള സംഖ്യകൾ. അത് എണ്ണൽ, എഴുതൽ, താരതമ്യം ചെയ്യൽ. അതിനൊരു സംഖ്യ ഗ്രിഡാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ചോദ്യം 2 പഠന നേട്ടം സംഖ്യകൾ തന്നെയാണ്. അതിൽ ചെറുതും വലുതും കണ്ടെത്തണം കുട്ടി. സംഖ്യ ചാർട്ട് 9999 വരെയുള്ളത് തന്നിട്ടുണ്ട്. അതിന് ചെറുതും വലുതും കണ്ടെത്തുകയാണ് വേണ്ടത്. ചോദ്യം 3 സംഖ്യകളും ക്രിയകളുമാണ്. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് അവര് പരിഹരിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, കൂട്ടലും കുറക്കലും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് 3ാമത്തെ ചോദ്യം. 4ാമത്തെ ചോദ്യം ആവട്ടെ സംഖ്യകളും ക്രിയകളും പ്രായോഗിക പ്രശ്നങ്ങളും എഴുതിയ ഒരു ഷീറ്റാണ്. അതിന്റെ ഉത്തരങ്ങളാണ് കുട്ടികൾ കണ്ടെത്തേണ്ടത്. 5ാമത്തെ ചോദ്യം ഗുണന വസ്തുതകളും ഹരണ വസ്തുതകളും. ഗുണന വസ്തുതകളിൽ 2 മുതൽ 10 വരെയുള്ള സംഖ്യകൾ
അതായത് 1 3 3 2 3 6 3 3 9 4 3 എത്ര, അങ്ങനെ വ്യത്യസ്ത സംഖ്യകളുടെ ഒരു ഗ്രിഡാണ് തന്നിട്ടുള്ളത്. എൻ്റെ ഉത്തരം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഹരണവസ്തുതകളിൽ വേർഡ് പ്രോബ്ലംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഒന്ന് ലളിതമായി ചോദിച്ചാൽ വേഗം ഉത്തരം കിട്ടും. ഇപ്പോൾ 9-ൽ എത്ര 3 ഉണ്ട്, 15-ൽ എത്ര 5-കളുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ച കുട്ടിക്ക് പെട്ടെന്ന് തന്നെ പറയാൻ കഴിയും. അപ്പോൾ ഹരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അടുത്ത ചോദ്യം. 6ാമത്തെ ചോദ്യത്തിലാവട്ടെ, പഠന നേട്ടം അളവ്, നീളം, ദൂരം, ഭാരം, സമയം എന്നിവ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ക്ലോക്കും ചോദിച്ചിട്ടുണ്ട്. വിവിധ അളവുപാത്രങ്ങൾ തന്നിട്ടുണ്ട്. മീറ്ററും കിലോമീറ്ററും ലിറ്ററും സമയവും അളക്കുന്നതിന് വേണ്ടി. പിന്നെ ചോദ്യം 7 ഭിന്നസംഖ്യകളാണ്. 12 എണ്ണം വരെ. പകുതി, 3-1, 4-1, 4-3 അങ്ങനെ പോകുന്നു. അങ്ങനെ 12 വരെ. ചിത്രങ്ങൾ അച്ചടിച്ചിട്ടുള്ള പേപ്പർ തന്നിട്ടും ഉണ്ട്. ചോദ്യം 8 പാറ്റേണുകളാണ്. വളരെ എളുപ്പമാണത്. ചിത്ര പാറ്റേണും ഉണ്ട്, സംഖ്യാ പാറ്റേണും ഉണ്ട്. ചോദ്യം 9 ഈ ദത്തങ്ങളൊക്കെ, ഈ നമ്പേഴ്സൊക്കെ കൈകാര്യം ചെയ്യലാണ്. സംഖ്യാബോധമാണ് അവിടെ അളക്കേണ്ട പഠന നേട്ടം. അതിനായിട്ട് പിക്ടോഗ്രാഫും തന്നിട്ടുണ്ട്. ചിത്രങ്ങൾ അടങ്ങിയ പിക്ടോഗ്രാഫിൽ നിന്നും കുട്ടികൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അങ്ങനെ 9 9 18 ചോദ്യങ്ങൾ മലയാളവും ഗണിതവുമാണ് 1ാമത്തെ FLSന്റെ ചോദ്യപേപ്പറിൽ ഉള്ളത്. അപ്പോൾ ആ പരീക്ഷ കഴിഞ്ഞു പോയി. 2ാമത്തെയും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ 1ാമത്തെ പേപ്പറാണ്, ചോദ്യപേപ്പറാണ്, പ്രാക്ടിക്കൽ ടെസ്റ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത പേപ്പർ FLSന്റെ അടുത്ത ഭാഗത്തിൽ ഇടുന്നതാണ്. ഇനി ഈ ചോദ്യങ്ങളുടെ ചിത്രങ്ങളാണ് ഇടുന്നത്. കൂട്ടുകാർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്ത് പഠിക്കുമല്ലോ. നമ്മുടെ കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. മാത്രമല്ല, ഈ പരീക്ഷകളൊക്കെ എല്ലാ കുട്ടികളും വ്യക്തിഗതമായാണ് ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് LP തലത്തിൽ തന്നെ നേടേണ്ട ശേഷികളൊക്കെ നേടി എടുക്കുന്നതിന് സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നല്ല നിലവാരത്തിലേക്ക് എത്തിക്കാൻ തന്നെ 1ാമത്തെ പേപ്പറിൻ്റെ ചോദ്യപേപ്പറിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പരീക്ഷയുടെ ചോദ്യവും അതിൻ്റെ വിശദീകരണവുമായി അടുത്ത ഭാഗത്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.